US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെനിസ്വേലൻ പ്രസിഡന്റായിട്ടുള്ള നിക്കോളാസ് മഡൂറോയെയും ഭാര്യയെയും തട്ടിക്കൊണ്ടുവരാൻ നടത്തിയ സൈനിക നടപടി ലോകത്തെ മുഴുവൻ ഞെട്ടിക്കുന്നതാണ് എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ്. ഓരോ ദിവസം കഴിയുന്തോറും അതിന്റെ പുതിയ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ നടപടിയിൽ US വളരെ നിഗൂഢവും ശക്തവുമായിട്ടുള്ള ഒരു ആയുധമാണ് പ്രയോഗിച്ചത്. ആ ആയുധം അതിനെതിരെ നൂറുകണക്കിന് വെനിസ്വേലൻ സൈനികർ നിസ്സഹായരായി പോയി എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. മഡൂറോയുടെ സ്വകാര്യ സുരക്ഷാ ജീവനക്കാരിൽ ഒരാൾ ഈ ഭയാനകരമായ അനുഭവത്തിന്റെ കഥ ഇപ്പോൾ വെളിപ്പെടുത്തുകയാണ്. ആ ഓപ്പറേഷൻ സമയത്ത് എന്താണ് സംഭവിച്ചതെന്ന് അയാൾ പറയുകയാണ്. വെനിസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ സംരക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഒരു അഭിമുഖത്തിനിടെ US സൈനിക നടപടിയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തിയതായി ഒരു റിപ്പോർട്ട് പറയുന്നു. മഡൂറോയെ സംരക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ട നൂറുകണക്കിന് സൈനികരെ US സൈന്യം എങ്ങനെ വധിച്ചുവെന്ന് അദ്ദേഹം വിവരിക്കുന്നു. അതിശയകരമെന്ന് പറയട്ടെ, ഈ സൈനികർക്ക് അത്യാധുനിക ആയുധങ്ങൾ ഉണ്ടായിരുന്നു. ഒരു അമേരിക്കൻ സൈനികർ പോലും പരിക്കേറ്റിട്ടില്ല എന്നും ഇപ്പോൾ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നു. സൈനിക നടപടി നടന്ന ദിവസം എല്ലാം സാധാരണമായിരുന്നു. ഞങ്ങൾ സുരക്ഷാ ഡ്യൂട്ടിയിലായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഞങ്ങളുടെ എല്ലാ റഡാർ സംവിധാനങ്ങളും പ്രവർത്തനരഹിതമായി. എന്താണ് സംഭവിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. പിന്നെ ഞങ്ങൾ ധാരാളം ഡ്രോണുകൾ ഞങ്ങളുടെ മുകളിൽ കണ്ടു. ഞങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല. ഡ്രോണുകൾക്ക് ശേഷം ചില ഹെലികോപ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. ആ ഹെലികോപ്റ്ററുകളിൽ നിന്ന് ചില സൈനികർ ഇറങ്ങി. ഏകദേശം 20 സൈനികർ ഉണ്ടായിരുന്നു. അവർ വളരെ നൂതനമായിട്ടുള്ള ആയുധങ്ങൾ കൊണ്ട് സജ്ജീകരിച്ചിരുന്നു. അവർ വെടിയുതിർത്തു. ഞങ്ങൾ ധാരാളം പേരുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ഈ സൈനികർ കൃത്യതയോടും വേഗതയോടും വെടിയുതിർക്കുകയായിരുന്നു. ഓരോ സൈനികരും മിനിറ്റിൽ 300 റൗണ്ട് വെടിവെക്കുന്നതായി തോന്നി. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് ഇപ്പോൾ ഈ സൈനികൻ പറയുന്നത്. അമേരിക്കൻ പട്ടാളക്കാർ പെട്ടെന്ന് വെടിയുതിർത്തു. അത് എങ്ങനെ വിശദീകരിക്കണമെന്ന് എനിക്കറിയില്ല. വളരെ ഉച്ചത്തിലുള്ള ഒരു ശബ്ദമുണ്ടായി. ഞങ്ങളുടെ എല്ലാവരുടെയും മൂക്കിൽ നിന്ന് രക്തസ്രാവം തുടങ്ങി. ഞങ്ങളിൽ പലരും രക്തം ഛർദ്ദിക്കാൻ തുടങ്ങി. ഞങ്ങൾ നിലത്ത് വീണു. അനങ്ങാൻ കഴിഞ്ഞില്ല. ആ കുറച്ച് പട്ടാളക്കാർ ഞങ്ങളെ എല്ലാം ബോധരഹിതരാക്കി. അവർ ഉപയോഗിക്കുന്ന തരത്തിലുള്ള സാങ്കേതിക വിദ്യ ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല. എന്റെ ജീവിതത്തിൽ ഇത്തരമൊരു സാങ്കേതിക വിദ്യ ഞാൻ കണ്ടിട്ടില്ല. ആ സോണിക് ആയുധം അല്ലെങ്കിൽ അത് മറ്റെന്തെങ്കിലും കാരണം ഞങ്ങൾക്ക് ശരിയായി എഴുന്നേൽക്കാൻ പോലും കഴിഞ്ഞില്ല എന്നാണ് ഇപ്പോൾ ആ വെനിസ്വേലൻ സൈനികൻ പറയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.